ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ. എന്താണ് ഇന്നത്തെ നമ്മുടെ ജേണി? സ്വപ്നങ്ങളുടെ കൂടെയുള്ള ഒരു ജേണിയാണ് അല്ലെ. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, വെറുതെ സ്വപ്നം കാണാൻ അല്ല, നമ്മുടെ ലക്ഷ്യങ്ങളാണ് നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെ. നമ്മുടെ ലൈഫിൽ നമുക്ക് പല രീതിയിലുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. ആ ആഗ്രഹങ്ങളെയാണ് കേട്ടോ ഞാൻ സ്വപ്നങ്ങൾ എന്ന് പറയാം. അല്ലാതെ നമ്മുടെ രാത്രി നമ്മൾ വെറുതെ ഇരുന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലൈഫിലെ നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെ. ചില ആളുകൾക്ക് ആ ലക്ഷ്യങ്ങൾ അത് അങ്ങേ അറ്റം വരെ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പരിശ്രമിക്കും അല്ലെ. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യും, ഒരുപാട് എഫേർട്ട് ഇടും. ഇങ്ങനെ അവസാനം അവരെന്ത് ചെയ്യും, അത് ലൈഫിൽ അച്ചീവ് ചെയ്യും അല്ലെ. അതുപോലെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയിട്ടുള്ള യാത്രകൾ, ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. നമ്മുടെ ഈ യൂണിറ്റിന്റെ ഹെഡിങ് വരുന്നത് ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസ് എന്നാണ് അല്ലെ. എന്താണ്? സ്വപ്നങ്ങൾക്ക് മുകളിലോട്ടുള്ള ഒരു യാത്ര അല്ലെ, സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പറക്കൽ അല്ലെ, ഫ്ലൈറ്റ്സ് അല്ലെ, ഫ്ലൈ അല്ലെ. എന്താണ്? പറന്നുയരുക. എന്തിനുള്ളതാണ്? ഡ്രീംസ് അല്ലെ, സ്വപ്നങ്ങളിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലോട്ടൊക്കെ ഉള്ള ഒരു പറക്കലാണല്ലേ മക്കളെ. നോക്കാം. ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് വരുന്നത് 2 പ്രോസും ഒരു പോമുമാണ് കേട്ടോ. ഫസ്റ്റ് വൺ, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ദ മാർത്ത സെലിനാസ് ആൻഡ് ദ നെവർ നെവർനെസ്, ദ സെഡ്രിക് മൗണ്ട്. ദെൻ പോയട്രി, പാബ്ലോ നെറൂഡ. ഇത് 3ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലെ. 2 പ്രോസും ഒരു പോമും മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നതാണ്. അതിനു മുമ്പായിട്ട് കുറച്ച് ആളുകളുടെ കുറച്ച് സ്പീച്ച്, അവരൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള ബഹുമതികളും അവർക്ക് അംഗീകാരങ്ങളും കിട്ടിയ സമയത്ത് അവർ ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സുകളാണ്. ഫുൾ സ്പീച്ച് അല്ല, അതിൽ നിന്നുള്ള കുറച്ച് വാക്കുകളാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത്. നോക്കാം ഫസ്റ്റ് ആരുടേതാണെന്ന് നോക്കാം. I do not come out of an literary tradition അല്ലെ. ഞാൻ ഒരിക്കലും ഒരു സാഹിത്യ പരമ്പരയിൽ നിന്നും വന്നതല്ല അല്ലെ. കുടുംബപരമായിട്ട് സാഹിത്യന്മാർ മാത്രമുള്ള ഒരു ഫാമിലിയിൽ നിന്നും വന്നതല്ല ഞാൻ. I come from a tiny mining town in the rainy forest in an island at the end of the world അല്ലെ. വേൾഡിന്റെ അവസാനം, അതൊക്കെ ഒരു ഇതിന് പ്രാസത്തിന് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ വേൾഡിന്റെ അവസാനത്തിൽ എൻഡിങ്ങിലുള്ള ഒരു ഐലൻഡിലുള്ള ഒരു ചെറിയ മഴക്കാടിന്റെ അടുത്തുള്ള ഒരു ചെറിയ കുഞ്ഞു ടൗണിൽ നിന്നാണ് ഞാൻ വരുന്നത്. മൈ ഗ്രാൻഡ് പാരന്റ്സ് വെർ ഇല്ലിറ്ററേറ്റ് അല്ലെ, അക്ഷരവിജ്ഞാനം ഇല്ലാത്തവർ അല്ലെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ. ആൻഡ് ഐ നെവർ എക്സ്പെക്ടഡ് ടു സ്റ്റാൻഡ് ഹിയർ ബിഫോർ യു ഇൻ ദിസ് ഗ്രാൻഡ് ഹോൾ ഇൻ ലണ്ടൻ ആസ് എ റൈറ്റർ ബീയിങ് ഹാസ് ഹോണേർഡ് അല്ലെ. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു റൈറ്റർ ആയിട്ട് ഇങ്ങനെ ഒരു ഹോണറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലണ്ടൻ ഹാളിൽ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഓക്കെ, നോക്കാം. റിച്ചാർഡ് ഫ്ലാങ്ങൻ, വിന്നർ ഓഫ് ദ മാൻ ബുക്കർ പ്രൈസ് ഫോർ ഫിക്ഷൻ അല്ലെ. ഇത് നമ്മുടെ ഫിക്ഷന് വേണ്ടിയിട്ട് മാൻ ബുക്കർ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയ ടൈമിൽ അദ്ദേഹം പ്രസംഗിച്ചതിൽ നിന്നുള്ള കുറച്ച് ലൈൻസ് ആണ് കേട്ടോ. റിച്ചാർഡ് ഫ്ലാനാഗൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ കുറച്ച് ലൈൻസ് ആണ് ഇത്. ദെൻ നെക്സ്റ്റ് വൺ, ദിസ് മൊമെന്റ് ഇസ് സോ മച്ച് ബിഗർ ദാൻ മീ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു വലിയ നിമിഷം തന്നെയാണ് അല്ലെ. എന്റെ ലൈഫിൽ ഒരു വലിയ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ദിസ് ഈസ് ഫോർ എവരി നെയിംലെസ് ഫേസ്ലെസ് വുമൺ ഓഫ് കളർ ദാറ്റ് നൗ ഹാസ് എ ചാൻസ് ബിക്കോസ് ദിസ് ഡോർ ഹാസ് ഓപ്പൺഡ്. ഇതെന്താണ് എനിക്ക് കിട്ടിയത്? ഇത് എന്താണ്? ഇത് ഒരുപാടുള്ള അവസരമാണ്, മറ്റൊരുപാട് ആളുകൾക്കുള്ള അവസരമാണ്. എങ്ങനെയുള്ള ആളുകൾക്കുള്ള? അറിയപ്പെടാത്ത, പേരുകൾ അറിയപ്പെടാത്ത അല്ലെ, നാമങ്ങൾ അറിയപ്പെടാത്ത, ഫേസ് കാണിക്കാത്ത അല്ലെ, അവരുടെ കളർ, അവരുടെ വർണ്ണങ്ങൾ, വർഗം ഏതാണെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അല്ലെ. നമ്മുടെ പണ്ട് കാലത്തൊന്നും ഒരുപാട് എന്താ പറയാ റൈറ്റേഴ്സ് ഒന്നും, എക്സ്പെഷ്യലി വുമൺ റൈറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളവരുണ്ടായിരുന്നു. വീടുകളിൽ കുത്തിക്കുറിച്ചും ബുക്കുകളിലൊക്കെ കുത്തിക്കുറിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ ആളുകൾ ആരും അറിയപ്പെട്ടിട്ടില്ല അല്ലെ. അങ്ങനെ ഉള്ളിൽ ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അവർക്കൊക്കെയുള്ള അങ്ങനെയുള്ള എല്ലാ ലേഡീസിനുമുള്ള ഒരു ഡോറാണ് ഈ ഓപ്പൺ ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ നിങ്ങൾക്കുമുള്ള ഒരു അവസരമാണ് ഇത് എന്നാണ് പറയുന്നത് കേട്ടോ. Now has a chance because this door has opened അല്ലെ. ഇത് ഒരു ചാൻസ് ആണ്, കാരണം ഈ ഡോറ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. Then Halle Berry ആണ്. Then winner of the Oscar award for the best actor അല്ലെ. ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കാർ അവാർഡ് വാങ്ങിയ സമയത്താണ് അവരിത് പറഞ്ഞത്. To be trusted is an
എനോബ്ലിംഗ് എക്സ്പീരിയൻസ് അല്ലെ. വിശ്വസിക്കുക എന്നുള്ളത് എന്താണ്? ഒരു വലിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലെ, നമ്മൾ ഒരാളെ വിശ്വസിക്കുക എന്നുള്ളത്. ആൻഡ് ദ പോയട്രി ഈസ് എ പേർലെസ് പ്രൊഫഷൻസി ഓഫ് ദ ഇമാജിനേഷൻ അല്ലെ. ഇമാജിനേഷന്റെ അല്ലെ, ഇമാജിനേഷന്റെ ഒരു പേർലെസ് ആയിട്ടുള്ള പ്രൊഫഷൻസി തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത് അല്ലെ. സത്യമല്ലേ? കവിതകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, കഥകളും കവിതകളും അതൊരു ചിന്തയുടെ ഒരു ലോകം തന്നെയാണ് അല്ലെ. അതിമനോഹരമായിട്ട് ആളുകളുടെ ഒരു ഇമാജിനേഷൻ വേൾഡ് ആണ് അല്ലെ. അത് ചില ആളുകൾക്കൊക്കെ അപാരമായിട്ടുള്ള ഇമാജിനേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ലോകം തന്നെയാണ് പോയട്രി എന്ന് പറയുന്നത്. ഐ പ്രൈസ് ഇറ്റ്, ഞാൻ തീർച്ചയായിട്ടും അതിനെ പുകഴ്ത്തുന്നു. ബട്ട് ഐ ആം മൈസെൽഫ് ആൻഡ് ആൻ ഒബ്സർവർ, പക്ഷെ ഞാൻ എന്താണ്? സ്വയം ഞാനൊരു ഇപ്പോഴും എന്താണ്? ഒരു നിരീക്ഷകനാണ് അല്ലെ. ഞാൻ ഇപ്പോഴും നിരീക്ഷിച്ച് കൊണ്ടിരിക്കുന്ന ആളാണ്. ദെൻ മറൈൻ മൂർ ആണ് വിന്നർ ഓഫ് ദ പോയട്രി അവാർഡ്. ഓക്കെ. For a trusted writer, each book should be a new beginning where he tries again for something that is beyond attainment. അല്ലെ, ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സത്യസന്ധനായിട്ടുള്ള എഴുത്തുകാരന് അദ്ദേഹത്തിന്റെ ഓരോ വർക്കും എന്തായിരിക്കും? ഒരു പുതിയതായിരിക്കും അല്ലെ. ഓരോ എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് അവരെഴുതുന്ന ഓരോ ബുക്കുകളും എന്തായിരിക്കും? ഓരോ പുതിയതായിരിക്കും അല്ലെ. അവരിതുവരെ ചെയ്തിട്ടില്ലാത്തതോ അല്ലെങ്കിൽ അവരിതുവരെ അറ്റൈൻ ചെയ്തിട്ടില്ലാത്തതിന്റെ മുകളിലൊക്കെ ഉള്ള ഓരോന്നും എന്തായിരിക്കും? പുതിയതാ. അത് അവരെ കൊണ്ട് അത് അല്ലാതിരിക്കാൻ അവരെ കൊണ്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും സാധ്യമല്ല. He should always strive for something that has never been done or that others tried and failed. അല്ലെ, അവരെപ്പോഴും എന്ത് ചെയ്യും? പുതിയതൊന്നിനു വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചിട്ട് ഉപേക്ഷിച്ച് ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ട് ഉപേക്ഷിച്ച ഒരു കാര്യത്തിന്റെ മുകളിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടോ അവരെപ്പോഴും ട്രൈ ചെയ്യും. Then sometimes with a great luck he will succeed. ചിലപ്പോൾ അത് എന്തായി മാറും? അവരുടെ ആ ട്രൈ എന്തായാലും മാറും? വളരെ വലിയ സക്സസും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിട്ട് മാറും. ദാറ്റ് വാസ് ഏർണസ്റ്റ് ഹെമിംഗ്വേ അല്ലെ. ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ഡയലോഗ്സ് ആണ്. വിന്നർ ഓഫ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകളാണ് ഇവരൊക്കെ കേട്ടോ. അപ്പൊ അവരുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്പീച്ചിലെ കുറച്ച് വേർഡ്സുകളാണിത്. നോക്കാം. Then അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലോ മക്കളെ. ഗസ് ദ കൺട്രി ഇൻ വിച്ച് ദീസ് വേർഡ്സ് വെർ സ്പോക്കൺ അല്ലെ. ഇതൊക്കെ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാ? ഓൾ ദീസ് സ്പീച്ചസ് വെർ ഡെലിവേർഡ് അറ്റ് ദ ടൈം ഓഫ് ദ അവാർഡ് ഗീവ് അല്ലെ. അവർക്കൊക്കെ അവാർഡ് കിട്ടുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാവും അല്ലെ. ഒരു ചെറിയ പ്രസംഗം പറയാനുള്ള അവസരം ഉണ്ടാവും. ആ ടൈമിലുള്ള വേർഡ്സുകളാണ് നമ്മളിപ്പോ വായിച്ചിട്ടുള്ള 4 വേർഡ്സും. ഓക്കെ. Who are the speakers? What might have helped the achieve the recognition അല്ലെ. അതൊക്കെ അവരെ ഈ ഒരു ബഹുമതി, അവർക്ക് ഈ ഒരു അംഗീകാരം അവർക്ക് ലഭിക്കാൻ അവരെന്താണ് സഹായിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ചോദ്യം. ഇതൊക്കെ ആരാണ്? ആ പറഞ്ഞവരൊക്കെ ആരാണ് എന്നും ചോദിക്കുന്നുണ്ട്. ഓൾ ദ റൈറ്റേഴ്സ് ആർ എ ഗ്രേറ്റ് ലിറ്റററി ആർട്ടിസ്റ്റ്. അവരൊക്കെ എന്താണ്? ഗ്രേറ്റ് ലിറ്റററി ആർട്ടിസ്റ്റുകളാണ് അല്ലെ. Their relentless hard work and enthusiasm helped them to achieve the recognition അല്ലെ. അവരുടെ വിശ്രമമില്ലാത്ത അവരുടെ അധ്വാനം അല്ലെ, അവരുടെ ആ ഒരു അങ്ങേയറ്റമുള്ള അവരുടെ സ്ഥിരോത്സാഹവും അവരുടെ ഹാർഡ് വർക്കും അതുപോലെ അവരുടെ അങ്ങേയറ്റമുള്ള അതിമനോഹരമായിട്ടുള്ള അതിശക്തിയമായിട്ടുള്ള അവരുടെ ആ ഒരു പ്രയത്നവും എഫേർട്ടും എല്ലാമാണ് എന്ത് അവർക്ക് ഇങ്ങനെയൊരു അംഗീകാരത്തിലോട്ട് അവരെ എത്തിക്കുന്നത്. വാട്ട് ആർ ദ പോപ്പുലർ അവാർഡ് ആൻഡ് ഹോണേഴ്സ് യു ആർ ഫെമിലിയർ വിത്ത്? നിങ്ങൾക്ക് പരിചയമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം മക്കളെ. ഇതാണ് ഫസ്റ്റ് വൺ, ദ ബുക്കർ പ്രൈസ് ആൻഡ് ദ പുലിറ്റ്സർ പ്രൈസ്, നോബൽ പ്രൈസ്, ദ ഓസ്കാർ അവാർഡ് അല്ലെ. ബുക്കർ പ്രൈസ്, പുലിറ്റ്സർ പ്രൈസ്, നോബൽ പ്രൈസ്, ഓസ്കാർ. ഇതൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലെ. നോക്കാം അടുത്തത്. നെയിം ദ എമിനന്റ് പേഴ്സണാലിറ്റീസ് ഓഫ് യുവർ കൺട്രി ഹു ഹാവ് വൺ സച്ച് ഇന്റർനാഷണൽ അവാർഡ്. നമ്മുടെ രാജ്യത്ത് ഇന്റർനാഷണൽ അവാർഡുകൾ കിട്ടിയിട്ടുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള അരുന്ധതി റോയ്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് വേണ്ടിയിട്ടാണ് അവർക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അരവിന്ദ് അദീഗ, ദ വൈറ്റ് ടൈഗറിന് വേണ്ടിയിട്ടാണ്. ദ സൽമാൻ റഷീദി, ദ മിഡ് നൈറ്റ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് അവർക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. വി എസ് നൈബാൾ, ദ ഫ്രീ സ്റ്റേറ്റ് നോബൽ പ്രൈസ് ആൻഡ് ദ ബുക്കർ പ്രൈസ് രണ്ടും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കിരൺ ദേശായ്, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് 2006 അല്ലെ. രവീന്ദ്രനാഥ് ടാഗോർ, ഗീതാഞ്ജലി, നോബൽ പ്രൈസ് അല്ലെ. അപ്പൊ ഇത്രയും ആളുകളാണ് നമുക്ക് നമ്മുടെ നാട്ടില് ഫേമസ് ആയിട്ടുള്ളത് അല്ലെ.
ഹൗ ഡസ് യുവർ സ്കൂൾ ഹോണർ അച്ചീവേഴ്സ് എമംഗ് ദ സ്റ്റുഡൻസ്? അല്ലെ, നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? നമ്മൾ പല രീതിയിലുള്ള ഇതിലും ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകളില്ലേ നമ്മുടെ സ്കൂളിലൊക്കെ? പല പ്രോഗ്രാമുകൾക്കും ഇനി പഠനമാവട്ടെ, ആ മേഖലയിലാണെങ്കിലും മറ്റു മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള അച്ചീവേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് അവരെ അംഗീകരിക്കാറുള്ളത്? നമ്മൾ എങ്ങനെയാണ് അവർക്ക് ബഹുമതി കൊടുക്കാറുള്ളത് എന്നാണ് ചോദ്യം. The school conducted the meeting to congratulate the achievers. അല്ലെ, നമ്മുടെ സ്കൂൾ എന്ത് ചെയ്യും? ഒരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് അവരൊക്കെ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ അച്ചീവ് ചെയ്യും. ഇതെന്താ, PTA members and the പഞ്ചായത്ത് മെമ്പേഴ്സ് ആർ ഇൻവൈറ്റഡ് ടു ഫംഗ്ഷൻ. അല്ലെ, PTA മെമ്പേഴ്സും പഞ്ചായത്ത് മെമ്പേഴ്സും വരാറുണ്ട്, അതുപോലെ അസംബ്ലിയിൽ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അല്ലെ, അതുപോലെ മൊത്തത്തിൽ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ, അങ്ങനെ വലിയ വലിയ പ്രോഗ്രാമും വാർഷികമൊക്കെ വരുമ്പോൾ ആ ടൈമിലും നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ബെസ്റ്റ് സ്റ്റുഡൻസ്, മറ്റ് പല പ്രോഗ്രാംസുകളിലൊക്കെ ആയിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്, സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ അവരെന്ത് ചെയ്യും? അവർക്കുള്ള അംഗീകാരം കൊടുക്കും. ഇങ്ങനെയാണല്ലോ നമ്മുടെ സ്കൂളിലൊക്കെ ചെയ്യാറ് അല്ലെ. Then നോക്കാം, an award is a mark of the recognition given honor of one's excellence in certain field. അല്ലെ, ഏതെങ്കിലും ഒരു ഫീൽഡില് ഒരു വ്യക്തിയുടെ കഴിവില് അവരുടെ എക്സലൻസ് തെളിയിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ബഹുമതി, അംഗീകാരമാണ് എന്ത് പറയുന്നത്? അവാർഡ് എന്ന് പറയുന്നത്. You dream of getting such awards? നിങ്ങൾക്കും ഇങ്ങനെയുള്ള അവാർഡൊക്കെ ലഭിക്കുന്നതിനുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ? Okay, and if so, what stands in the way of your dreams? അല്ലെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അതിനു വേണ്ടി പ്രയത്നിക്കാറുണ്ടോ? അതോ അങ്ങനെയുള്ള സ്വപ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ അത് അച്ചീവ് ചെയ്തിട്ട് നിന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പല പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. Here in this story, the narrator speaks about the obstacles she had to encounter to her dreams come true. അല്ലെ, obstacles means തടസ്സങ്ങളാട്ടോ. നമ്മുടെ ഇവിടെ narrator ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു പെൺകുട്ടി, അവൾ ഒരുപാട് തടസ്സങ്ങൾ നേരിടാണ്. എന്തിന്? അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. അല്ലെ, മാർത്ത സെലിനാസ് എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി അവളുടെ 14ാമത്തെ വയസ്സിൽ അവളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടും അതിനുവേണ്ടി അവൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസുമാണ് ഈ സ്റ്റോറിയുടെ മെയിൻ ആയിട്ടുള്ള തീമായിട്ട് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു അമേരിക്കൻ മെക്സിക്കൻ ഗേൾ അനുഭവിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഒരു വേർതിരിവും ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അല്ലെ, ഇതാണ് ആ വലിയ ബഹുമതി എന്ന് പറയുന്നത്. ഈ ഒരു ബഹുമതിക്ക് വേണ്ടിയിട്ട് മാർത്ത സെലിനാസ് എന്ന് പറയുന്ന 14 വയസ്സുള്ള പെൺകുട്ടി എടുക്കുന്ന എഫേർട്ടും അതിനു വേണ്ടിയിട്ട് അവൾ ചെയ്യുന്ന സ്ട്രഗിൾസും തടസ്സങ്ങളൊക്കെ നേരിട്ട് അവൾ മുന്നോട്ട് പോയി അത് നേടിയെടുക്കുന്നതും, ആ ഒരു ടൈമിൽ അവൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസിൽ ഒന്നായിട്ടാണ് അവളുടെ മെക്സിക്കൻ അമേരിക്കൻ ഡിസ്ക്രിമിനേഷൻ, അല്ലെ, വേർതിരിവ്. അത് അന്ന് കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ ഒന്നും അതില്ല. അപ്പൊ ആ ടൈമിൽ ഫേസ് ചെയ്ത ആ വേർതിരിവും എല്ലാം എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് കേട്ടോ. നോക്കാം, എന്താണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് നമുക്ക് നോക്കാം. അല്ലെ, സ്കോളർഷിപ്പ് എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ വരിക എന്താ? പൈസയാണ്. അല്ലെ, നമ്മുടെ സ്കൂളിലും പല രീതിക്കൊക്കെ നമ്മൾ സ്കോളർഷിപ്പ് എക്സാം എഴുതാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സ്കോളർഷിപ്പ് കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും, അതിന് നല്ലൊരു എമൗണ്ട് കിട്ടാറുണ്ട്. അല്ലെ, അവര് പല ആളുകളും സ്കോളർഷിപ്പ് എക്സാം എഴുതിയിട്ട് പല ഹൈ കോഴ്സുകളും പഠിക്കാൻ പോകാറുണ്ട്. അല്ലെ, പക്ഷെ ഇവിടെ എന്താണ്? പൈസ ഒന്നല്ല അല്ലെ മക്കളെ, സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ജാക്കറ്റ് ആണ്. അല്ലെ, ഇങ്ങനെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൊക്കെ ഉള്ള ഒരു ഇതിനാണ് ജാക്കറ്റ് എന്ന് പറയുന്നത്. നോക്കാം എന്താണ്. നമുക്ക് ആദ്യം റൈറ്റർ നോക്കാം. മാർത്ത സെലിനാസ്, born in 1949, is a native of the Colega, California. She graduated in creative writing from the University of California at Irvine. അല്ലെ, അവർ കാലിഫോർണിയയിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അവിടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനൊക്കെ അവർ ഗ്രാജുവേറ്റ് നേടിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് വൺ ഓഫ് ദ സെവറൽ ഷോർട്ട് സ്റ്റോറീസ് സെലിനാസ് ഹാസ് പബ്ലിഷ് ഇൻ ജേർണൽസ് ആൻഡ് കളക്ഷൻ. അല്ലെ, അവർ ജേർണൽസിലും കളക്ഷൻസിലും പബ്ലിഷ് കൊടുത്തിട്ടുള്ള വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റോറികളിൽ ഒന്നാണ് എന്ത്? നമ്മുടെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. നോക്കാം, നമ്മുടെ സ്റ്റോറി നോക്കാം. അല്ലെ, ദ സ്മോൾ ടെക്സസ് സ്കൂൾ ദാറ്റ് ഐ വെന്റ് ടു. അല്ലെ, ഞാൻ എവിടെയായിരുന്നു പോയിരുന്നത്? ഒരു ചെറിയ സ്മോൾ ടെക്സസ് സ്കൂൾ. ടെക്സസ് മീൻസ് ഉദ്ദേശിച്ച ആ പ്ലേസിന്റെ പേരാട്ടോ. അപ്പൊ അവിടുത്തെ സ്കൂളിന് അത് കൊടുത്തതാണ്. ഒരു ചെറിയ ടെക്സസ് സ്കൂളിലായിരുന്നു ഞാൻ പോയിരുന്നത്. I had a tradition and it had a tradition carried out every year during the eighth
grade graduation. A beautiful gold and green jacket was awarded to the class valedictorian. ഓക്കെ, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, ഒരു പരമ്പരാഗതമായിട്ട് വന്നിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? എവറി ഇയർ ഓഫ് ദ ഡ്യൂറിങ് ദ 8th ഗ്രാജുവേഷൻ, അല്ലെ അവിടെയൊക്കെ 8ാം ക്ലാസ്സിനാണ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. 8ാം ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു ഗ്രാജുവേഷൻ സെറിമണി ഒക്കെ വെക്കും, നമ്മൾ ഇവിടെയൊക്കെ വെക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറിമണി വെച്ചിട്ട് വാലഡിറ്റോറിയൻ ആയിട്ടുള്ള ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മികവുള്ള പഠനം കാഴ്ചവെക്കുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ അത് ഒറ്റ 8ാം ക്ലാസ് മാത്രമല്ല കേട്ടോ, ഇവൻ 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടി അല്ലെ പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടിക്ക് ഒരു ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് കൊടുക്കും അല്ലെ. ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് കൊടുക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു ആ ഒരു സ്കൂളിൽ. ഓക്കെ, അപ്പോ വാലഡിറ്റോറിയൻ മീൻസ് എന്താണ്? എല്ലാം നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടി അല്ലെ. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഒരു ജാക്കറ്റ് കൊടുക്കുന്ന രീതി അവരുടെ ആ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നു കേട്ടോ. ദ സ്റ്റുഡൻസ് ഹു ഹാഡ് മെയിൻറ്റെയിൻ ദ ഹയസ്റ്റ് ഗ്രേഡ് ഫോർ 8 years അല്ലെ. എന്താണ് വാലഡിറ്റോറിയൻ എന്നാണ് പറയുന്നത്? ഒരു കുട്ടി ഹയസ്റ്റ് ഗ്രേഡ് 8 വർഷം, 1-2 വർഷമല്ല, 8 വർഷമായിട്ട് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ നല്ല ഹൈ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടിക്കാണ് ഈ വാലഡിറ്റോറിയൻ എന്ന് പറയുന്നത്. ഓക്കെ, the scholarship jacket had a big gold S on the left front side അല്ലെ. ലെഫ്റ്റ് ഫ്രണ്ട് സൈഡില് ആയിട്ട് എന്തുണ്ടാവും? സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഗോൾഡ് കളറുള്ള ഒരു S എന്ന് എഴുതിയിട്ടുണ്ടാവും. യുവർ നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. അതുപോലെ പോക്കറ്റും എന്തുണ്ടാവും? നമ്മുടെ പേര് നല്ല ഗോൾഡ് കളറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, my oldest sister Rosie had won the jacket a few years back അല്ലെ. എന്റെ ഓൾഡസ്റ്റ് സിസ്റ്റർ റോസിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജാക്കറ്റ് ഒരു തവണ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്ടഡ് ടു ഓൾസോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ പൂർണ്ണമായിട്ടും അത് പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് കിട്ടുമെന്ന്. ഐ വാസ് 14 and the 8th grade. I had been a student since the 1st grade and this last year had looked forward very much to owning that jacket അല്ലെ. എനിക്ക് 14 വയസ്സുണ്ട്, ഞാൻ 8th പഠിക്കുന്നത്. അത് മാത്രമല്ല എല്ലാ ക്ലാസ്സിലും എനിക്ക് എന്തുണ്ട്? A grade ഉണ്ട് അല്ലെ. A grade മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആ ജാക്കറ്റ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ഞാനത് വിഷ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? My father was a farm laborer who couldn't earn enough money to feed 8 children അല്ലെ. എന്റെ അച്ഛൻ ഒരു ഫാം ലേബറർ ആണ് അല്ലെ. ലേബറർ ആണ് കേട്ടോ. നോക്കുക, ഫാം ലേബർ എന്ന് പറയാം. ഫാം ലേബർ എന്നല്ല കൂടുതൽ, ലേബറർ ആണ്, തൊഴിലാളിയാണ് അല്ലെ. ഒരു ഫാം, ആ സമയത്ത് ഫാം ഉള്ള ആളെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര മുതലാളിമാരാണ്. കാരണം അവർക്ക് 5-6 അല്ല ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. പക്ഷെ ഇത് ഫാമിൽ വർക്ക് ചെയ്യാണ് അവരുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ 8 മക്കൾക്ക് ഒരിക്കലും ഫുഡ് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി അവർക്ക് ഇല്ലായിരുന്നു. സോ വെൻ ഐ വാസ് ഇൻ 6, എനിക്ക് 6 വയസ്സായപ്പോൾ ഐ വാസ് ഗിവൻ ടു മൈ ഗ്രാൻഡ് പാരന്റ്സ് ടു റൈസ്. എന്നെ വളർത്താൻ എന്റെ അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ചു. ടു റൈസ് മീൻസ് വളർത്തുക. ഓക്കെ, we couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്കൊരിക്കലും, നമ്മുടെ മക്കൾക്ക്, ഞങ്ങൾക്ക് ആർക്കും ഒരിക്കലും സ്പോർട്സിന് പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. എന്താണ്? സ്പോർട്സിന് ഞങ്ങൾക്കൊരിക്കലും പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം എന്തുണ്ടായിരുന്നു? രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു അല്ലെ. അത് കൊടുക്കാൻ നമ്മൾ അതിൽ പൈസ ഉണ്ടാവില്ല, ഇല്ല. അതുപോലെ യൂണിഫോമിന് എമൗണ്ട് വേണം, അതും ഇല്ലായിരുന്നു. അതുപോലെ അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ള ട്രിപ്സ് വരുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ എന്തില്ലായിരുന്നു? സാമ്പത്തികമായി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? സ്പോർട്സിനൊന്നും പങ്കെടുത്തിട്ടില്ല. സോ ഈവൻ ദോ അവർ ഫാമിലി വാസ് ക്വൈറ്റ് അഗൈൽ ആൻഡ് അത്ലറ്റിക്, ദർ വുഡ് നെവർ ബി എ സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഫോർ us അല്ലെ. ഞങ്ങളുടെ ഫാമിലി നല്ല അജൈൽ ആൻഡ് അത്ലറ്റിക് ആയിരുന്നു അല്ലെ. എന്താണ്? നല്ല ചൂടും ചൊറുക്കും, അതുപോലെ അത്ലറ്റിക്സ് പറഞ്ഞ നല്ല സ്പോർട്സിനൊക്കെ പറ്റിയ ബോഡിയൊക്കെ ഉള്ളവരായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരിക്കലും സ്പോർട്സിന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും സ്പോർട്സിന്റെ ജാക്കറ്റ് കിട്ടാറില്ലായിരുന്നു. ഓക്കെ,
സോ ദിസ് വൺ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് അവർ ഓൺലി ചാൻസ്. സ്വാഭാവികമായിട്ടും സ്പോർട്സിന് പങ്കെടുക്കാൻ പറ്റില്ല, അപ്പൊ അതിന് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിന് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ജാക്കറ്റ് ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ ആകെ ഞങ്ങളുടെ മുമ്പിൽ ഒരു ജാക്കറ്റ് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു അവസരമുള്ളൂ, അത് ഈ ജാക്കറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ? In May, close to the graduation, spring fever had struck as usual with a vengeance. അല്ലെ? എന്താണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് വെഞ്ചനസ് മീൻസ് എന്താണ്? അങ്ങനെ മെയ് മാസത്തില് ആ ഗ്രാജുവേഷൻ ഒക്കെ ക്ലോസ് ആവാൻ പോവാണ് അല്ലെ, എൻഡിങ് ആവുകയാണ്, ആ വർഷം തീരാൻ പോവാണ്. അപ്പൊ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തായി, ഒരു സ്പ്രിംഗ് ഫീവർ അല്ലെ, കാലാവസ്ഥ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ വരും. അങ്ങനെ ഇവർക്കും എന്ത് ചെയ്തു, ഒരു സ്പ്രിംഗ് ഫീവർ വന്നു അല്ലെ, ഒരു പനി വന്ന് പെട്ടു മൊത്തം എല്ലാവർക്കും അല്ലെ, ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ. വെഞ്ചനസ് മീൻസ് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രത്യക്ഷമായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്തു, ഒരു പനി വന്നു പെട്ടു. നോ വൺ പേഡ് എനി അറ്റൻഷൻ ഇൻ ദ ക്ലാസ്. സ്വാഭാവികമായിട്ടും ആർക്കും ക്ലാസ്സിൽ ഒരു ശ്രദ്ധയില്ലാതെയായി. ഇൻസ്റ്റെഡ് പകരം വി സ്റ്റേർഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ആൻഡ് അറ്റ് ഈച്ച് അതേഴ്സ് വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് ദ സ്കൂൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു, ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി, ജനലിലൂടെ ഒക്കെ പുറത്തോട്ട് നോക്കി ഇരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്പീഡിൽ ആഴ്ചകൾ പോകണം എന്നാണ് തോന്നിയത്. I despaired every time I looked in the mirror. അല്ലെ, എനിക്ക് ഓരോ തവണ എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് നിരാശയാണ് വരുന്നത്. പെൻസിൽ തിൻ, നോട്ട് എ കർവ് എനിവർ. അല്ലെ, ഒരു പെൻസിൽ പോലെ മെലിഞ്ഞതാണ് ഞാൻ, ഒരു വളവ് പോലും എനിക്കില്ല അല്ലെ, ഒരു വളവ് പോലും ഇല്ലാതെ പെൻസിൽ പോലെ മെലിഞ്ഞു നിൽക്കുന്ന എന്നെ കാണുമ്പോൾ എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ എപ്പോഴും എന്താണ്, ഒരു നിരാശയാണ് എന്നാണ് പറഞ്ഞത്. I was called bean pole and the string pole. അല്ലെ, എന്നെ കുട്ടികളൊക്കെ എന്നെ വിളിച്ചിരുന്ന ബീൻ പോൾ. ബീൻ പോൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പയറ് വർഗ്ഗങ്ങളും ഒക്കെ കുഴിച്ചിടുന്ന ടൈമില് അതിന് ഒരു മെലിഞ്ഞ കാല് കുത്തി വെക്കില്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ പന്തലിടുമ്പോ, അങ്ങനെയുള്ള ഒരു മെലിഞ്ഞ കാലിനാണ് ഈ ബീൻ പോൾ എന്ന് പറയാ കേട്ടോ. സ്ട്രിങ് പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മെലിഞ്ഞ പയറുണ്ടാവില്ലേ, നീളത്തിലുള്ള മെലിഞ്ഞ പയർ, അതിനാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. ആൻഡ് ഐ ന്യൂ ദാറ്റ് വാട്ട് ഐ ലുക്ക്ഡ് ലൈക്ക്. എനിക്കറിയാം ഞാൻ അങ്ങനെ തന്നെയാണെന്നുള്ളത് എനിക്കറിയാം. ദാറ്റ് റിയലി വാസ് ഇൻ മച്ച് ഫോർ എ 14 years old ടു വർക്ക് വിത്ത്. അല്ലെ, ഒരിക്കലും ഒരു 14 years ആയ കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. ആൻഡ് ഐ തോട്ട് ആസ് ഐ ആബ്സെന്റ് മൈൻഡ്ലി വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ജിം. അല്ലെ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, ഇങ്ങനെ ആബ്സെന്റ് മൈൻഡായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ എന്റെ ഹിസ്റ്ററി ക്ലാസ്സിന് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്റെ ഹിസ്റ്ററി ക്ലാസ്സിന് ജിം ക്ലാസ്സിലോട്ട് അങ്ങനെ നടന്നുപോയി. അനദർ ഹവർ ഓഫ് സ്വെറ്റിംഗ് ബാസ്കറ്റ് ബോൾ. ഇനിയുള്ള സമയം എന്തിനുള്ളതാണ്, ഇനിയുള്ള ഒരു മണിക്കൂർ എന്തിനുള്ളതാണ്, ബാസ്കറ്റ് ബോളിൽ വിയർപ്പൊഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തത് ബാസ്കറ്റ് ബോളിനുള്ള സമയമാണ്. ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിങ്ക് ലെങ്സ് വാസ് കമ്മിങ് അപ്പ്. ഇനി എന്റെ ടൂത്ത് പിങ്ക് ആയിട്ടുള്ള എന്റെ ടൂത്ത് പിങ്ക് അറിയില്ല, നമ്മളിങ്ങനെ ചെറിയൊരു ടൂത്ത് പിങ്ക് നമ്മളിങ്ങനെ കുത്തുന്ന, ഓക്കെ, അതുപോലെയുള്ള എന്റെ കാര്യങ്ങൾ പുറത്ത് കാണിക്കാനുള്ള സ്പോർട്സിന്റെ ടൈമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, then I remembered my PE shorts were still in a bag under my desk where I did forgotten them. അല്ലെ, ഞാൻ എന്റെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ഡെസ്കിന്റെ താഴെയുള്ള ബാഗിലാണ് ഞാൻ എന്റെ PE ഷോർട്സ്. അല്ലെ, PE ഷോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു ഷോർട്സ് ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ അവിടെ ആ ഒരു ട്രൗസർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ഹാഡ് ടു വോക്ക് ഓൾ ദ വേ ബാക്ക് ആൻഡ് ഗെറ്റ് ദം. അല്ലെ, എനിക്ക് അവിടെ പോയിട്ട് അത് തിരിച്ച് എടുത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കോച്ച് തോംസൺ വാസ് റിയൽ ബിയർ ഇഫ് സംവൺ വാസ് ഇൻട്രസ്റ്റഡ് ഫോർ PE. അല്ലെ, ഞങ്ങളുടെ കോച്ച് തോംസൺ എന്തായിട്ട് മാറും, ഒരു കരടിയായിട്ട് മാറും. എങ്ങനെ, ആര് എന്ത് കൊണ്ടുവന്നില്ലെങ്കിൽ, എല്ലാവരും ഈ പറഞ്ഞ PE ഷോർട്സ് ഇട്ടിട്ടില്ലെങ്കിൽ. She had said I was good forward and even tried to talk grandma in to let me join the team once. അല്ലെ, അദ്ദേഹം എന്താണ്, അദ്ദേഹം ഒരു നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്. അല്ലെ, അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഗ്രാൻഡ്മയോട് എന്നെ ബാസ്കറ്റ് ബോൾ ടീമിലോട്ട് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഗ്രാൻഡ്മാ സെഡ് നോ. അല്ലെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ബാസ്കറ്റ് ബോളിലോട്ട് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോ എന്റെ ഗ്രാൻഡ്മ മറുപടി എന്താ കൊടുത്തത്, ഗ്രാൻഡ്മ പറഞ്ഞ മറുപടി ഒന്ന് മാത്രമായിരുന്നു, നോ, പറ്റില്ല എന്ന്.
I was almost back at my classroom door when I heard voices raised in anger as if in the some sort of the arguments. അല്ലെ എന്താണ്? I was almost back at my classroom. ഞാൻ എന്റെ ക്ലാസ് റൂമിന്റെ ഡോറിന്റെ അടുത്തെത്താനായപ്പോ ഞാൻ എന്ത് കേട്ടു? കുറച്ച് ആളുകൾ പരസ്പരം രണ്ടാളുകൾ തമ്മിൽ ശബ്ദത്തില് ദേഷ്യപ്പെടുന്ന പരസ്പരം തമ്മിൽ ആർഗ്യുമെന്റ് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഐ സ്റ്റോപ്പ്ഡ്, ഞാൻ അവിടെ നിന്നു. ഓക്കെ, ഐ ഡിഡിൻ മീൻ ടു ഇവാസ്ട്രോപ്പ്. അല്ലെ എന്താണ് ഈവസ്ട്രോപ്പ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഒരിക്കലും ഒളിഞ്ഞു കേൾക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ അവിടെ നിന്നത് എനിക്ക് ഒളിഞ്ഞ് അവരുടെ സംസാരം കേൾക്കാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റ്. എനിക്ക് ആകെപ്പാട് എന്തോ പോലെ അല്ലെ ബുദ്ധിമുട്ട് വരും അല്ലെ മനസ്സിന്. നമ്മൾ ആകെപ്പാടൊരു ആശയക്കുഴപ്പത്തിലാവുക, അതിനാണ് ഹെസിറ്റേറ്റഡ് എന്ന് പറയാം. നോട്ട് നോയിങ് വാട്ട് ടു ഡു, എനിക്ക് അറിയില്ലായിരുന്നു ഇനി എന്താ ഞാൻ ഇപ്പൊ ചെയ്യാന്ന്. ഐ നീഡഡ് ദോസ് ഷോർട്സ് ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. എനിക്ക് ആ ഷോർട്സ് വേണം അല്ലെ, സ്പോർട്സിന് പോകാൻ എനിക്ക് എന്തായാലും ഷോർട്സ് വേണം. അത് മാത്രമല്ല ഞാൻ എന്താണ് ഒരുപാട് വൈകിട്ടുമുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഇന്ററപ്റ്റ് ആൻ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. പക്ഷെ അന്ന് എനിക്കാണെങ്കിൽ എന്റെ ടീച്ചേഴ്സ് തമ്മിൽ ആർഗ്യുമെന്റ് ചെയ്യണവും തർക്കിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് കയറി ഇടപെടാനായിട്ട് വെയ്യതാനും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഐ റിക്കഗ്നൈസ് ദ വോയിസസ്. ഞാൻ ആ വോയിസ് ശരിക്കും തിരിച്ചറിഞ്ഞു. അത് ആരാന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. മിസ്റ്റർ സ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ അല്ലെ, എന്റെ ഹിസ്റ്ററി ടീച്ചർ ആയിട്ടുള്ള സ്മിത്തും മിസ്റ്റർ ബൂൺ മൈ മാത്സ് ടീച്ചർ അല്ലെ, എന്റെ മാത്സ് ടീച്ചറുമായിരുന്നു അത്. ഓക്കെ, മിസ്റ്റർ സ്മിത്ത് എന്ന് പറയുന്നത് അവരുടെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ. മിസ്റ്റർ ബൂൺ എന്ന് പറയുന്നത് അവരുടെ മാത്സ് ടീച്ചറാണ് കേട്ടോ. They seemed to be arguing about me. അവർ എന്നെ കുറിച്ച് പറഞ്ഞിട്ടാണ് തർക്കിക്കുന്നത്. ഐ കുഡിന്റ് ബിലീവ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് ഐ റൂട്ടഡ് മീ ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദ വാൾ ആസ് ഇഫ് ഐ വർ ട്രൈയിങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദ ഗ്രാഫിറ്റി റിട്ടൺ ദർ അല്ലെ. ആ ഒരു ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിങ്സ് ഓഫ് ദ ഷോക്ക്. ഞാൻ ഇപ്പോഴും എനിക്ക് അപ്പൊ അനുഭവിച്ച ആ ഷോക്ക് ഉണ്ടല്ലോ, അത് ഇപ്പോഴും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓർത്തെടുക്കാൻ പറ്റും. ദാറ്റ് റൂട്ടഡ് മീ. ഞാൻ അവിടെ അങ്ങോട്ട് ഉറച്ചു പോയി. എന്നിട്ടോ ഞാൻ അവിടെ ആ ചുമരിനോട് ഞാൻ അങ്ങോട്ട് ചാരി നിന്ന് പോയി ആ ഷോക്കില്. ഇഫ് ഐ ട്രൈങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ഗ്രാവിറ്റി റിട്ടേൺ അല്ലെ, ആ ചുമരുകളിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ ഞാനിങ്ങോട്ട് അലിഞ്ഞു ചേർന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് ഭാരം ഫുള്ള് ഇങ്ങോട്ട് ചുമരിലോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് തള്ളി നിൽക്കൂലേ, അതിനാണ് ആ പറയുന്നത്. ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ് അല്ലെ, എന്താണ് ഞാൻ ഇതിനെ പൂർണ്ണമായിട്ടും എതിർക്കുന്നു. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അവളുടെ ഫാദർ ആരാണ് എന്നുള്ളത്. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. അവളുടെ ഗ്രേഡ് ഒരിക്കലും നമ്മുടെ മാർത്തയുടെ ഗ്രേഡുമായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, ഐ വോണ്ട് ലൈ. എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. ആൻഡ് ഫാൾസിഫൈ റെക്കോർഡ്സ്. എനിക്ക് റെക്കോർഡുകളിൽ തെറ്റുകൾ, ഫാൾസിഫൈ എന്ന് പറഞ്ഞാൽ നമ്മള് മിസ്റ്റേക്ക് സ്വയം ഉണ്ടാക്കി എഴുതൂലേ, റെക്കോർഡ്സിലൊക്കെ മിസ്റ്റേക്ക് തിരുത്തി കള്ളത്തിലൊക്കെ കാണിച്ച് എഴുതില്ല, അതിനാണ് ഫാൾസിഫൈ. എനിക്ക് റെക്കോർഡുകൾ തിരുത്താൻ കഴിയില്ല, കള്ളം പറയാൻ പറ്റില്ല, മാർത്തയുടെ മാർക്ക് അവളുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇതിനെ എതിർക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് മാർത്ത കേൾക്കുന്ന ഡയലോഗ്സ്. ഓക്കെ, മാർത്ത ഹാസ് എ സ്ലൈറ്റ് A+ ആവറേജ്. മാർത്ത എന്ന് പറഞ്ഞാൽ ഒരു A+ കറക്റ്റ് ആയിട്ട് എല്ലാ വർഷവും A+ കിട്ടുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് യു നോ ഇറ്റ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ദാറ്റ് വാസ് മിസ്റ്റർ സ്മിത്ത് ആൻഡ് ഹി സൗണ്ടഡ് വെരി ആംഗ്രിലി അല്ലെ. എന്താണ് നമ്മുടെ സ്മിത്തിന്റെ സൗണ്ട് ഇത്രയാണ് കേട്ടത്, മാത്രമല്ല ദേഷ്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അല്ലെ. മാർത്തക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് അല്ലെ അദ്ദേഹം സംസാരിക്കുന്നത്. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. പക്ഷെ മിസ്റ്റർ ബൂൺ ഇങ്ങനെയല്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് അല്ലെ. ഒരാൾ റൈസ് ചെയ്യുമ്പോൾ മറ്റേ ഓപ്പോസിറ്റിലെ ആൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂലേ, അങ്ങനെയാണ് ബൂൺ പറയുന്നത്. ലുക്ക്, ജോൺസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ് അല്ലെ. നമ്മുടെ ജൊഹന്നാസിന്റെ ഫാദർ എന്ന് പറഞ്ഞാല്, ജൊഹന്നയുടെ ഫാദർ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോർഡിലുള്ള ആള് മാത്രമൊന്നല്ല, ബോർഡ് മെമ്പർ മാത്രമല്ല അദ്ദേഹം. He owns the only store in town. ടൗണിലുള്ള ഒരേ ഒരു കട അദ്ദേഹത്തിൻ്റെതാണ്. വി കുഡ് സേ ഇറ്റ് വാസ് ക്ലോസ് ടൈ ആൻഡ്. നമുക്ക് എന്താണ് അവരായിട്ട് ടൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് ഉപകാരം ഉണ്ടാവും എന്നാണ് പറയുന്നത്.
the pounding in my ears drowned out to the rest of the words. അല്ലെ, എന്റെ ചെവികളിൽ വന്നിട്ട് അതിങ്ങനെ ഇടിച്ചു കയറുകയാണ് അല്ലെ. അതെന്ത് ചെയ്യാണ്, അതെന്നെ ഇങ്ങനെ മുക്കിക്കൊല്ലുകയാണെന്നൊക്കെ പറയില്ല, ആ വാക്കുകൾ എന്റെ ചെവിയിലൂടെ കേൾക്കുമ്പോ ഇങ്ങനെ എന്നെ മുക്കിക്കൊല്ലുന്ന പോലെ തോന്നുകയാണ്. only a word here and there filtered red through. Martha is Mexican. അല്ലെ, ഈ കുറച്ച് വേർഡുകളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവള് കേൾക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്, മാർത്ത ഈസ് മെക്സിക്കൻ, മാർത്ത ഒരു മെക്സിക്കൻകാരിയാണ്. റിസൈൻ, രാജിവെക്കുക. വോണ്ട് ഡു ഇറ്റ്, അല്ലെ, അതല്ലാതെ ഒന്നും തന്നെ ചെയ്യാനില്ല. മിസ്റ്റർ സ്മിത്ത് കെയിം റഷിംഗ് ഔട്ട് ആൻഡ് ലക്ലി ഫോർ മീ വെന്റ് ഡൗൺ ദ ഓപ്പോസിറ്റ് വേ ടുവേർഡ്സ് ദ ഓഡിറ്റോറിയം സോ ഹി ഡിഡ്ന്റ് സീ. അല്ലെ, ഇത്രയും കേട്ടു. എന്നിട്ട് മിസ്റ്റർ സ്മിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ദേശത്തിൽ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ റഷില് വളരെ സ്പീഡിൽ നടന്നു വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ, അവര് മാർത്ത നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ, മീൻ ഓഡിറ്റോറിയത്തിന്റെ ആ ഓപ്പോസിറ്റ് സൈഡിലൂടെ അങ്ങ് നടന്നു പോയി. അതുകൊണ്ട് തന്നെ മാർത്തനെ എന്ത് ചെയ്തില്ല, അദ്ദേഹം മാർത്തയെ കണ്ടില്ല. ഓക്കെ, എന്തുകൊണ്ട് ഈ മെക്സിക്കൻ എന്ന് പറയുന്നത്, അന്ന് നമ്മുടെ അമേരിക്കയിലോട്ട് മെക്സിക്കൻകാര് കുറച്ച് ആളുകൾ കുടിയേറി പാർക്കും അല്ലെ, കുടിയേറി താമസം വരില്ല നമ്മുടെ നാട്ടിലോട്ട് പുറത്തുനിന്ന് ആളുകള്. അങ്ങനെ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലോട്ട് കുടിയേറി പാർത്തവർക്കാണ് ഈ മെക്സിക്കൻ അമേരിക്കൻ എന്ന് പറയുന്നത്. അങ്ങനെ കുടിയേറി പാർത്തവരെ അമേരിക്കക്കാർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും അല്ലെ, അതിന്റെ ഒരു വേർതിരിവ് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും. അത് ഈ സ്കൂളിലുണ്ട്, അന്നത്തെ കാലത്ത് കൂടുതലും ഉണ്ട് കേട്ടോ. ഷേക്കിംഗ്, വിറക്കുകയാണ് അല്ലെ. ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ദെൻ വെന്റ് ടു ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ്സ്. അല്ലെ, കുറച്ചു നേരം അവിടെ ഞാൻ ഇങ്ങനെ വിറച്ച് ഷോക്കായി നിന്നിട്ട് ഞാൻ ക്ലാസ്സിന്റെ ഉള്ളിലോട്ട് പോയിട്ട് എന്റെ ബാഗ് ഞാൻ പിടിച്ചെടുത്തു. ആൻഡ് ഫ്ലിഡ് ഫ്രം ദ റൂമിൽ നിന്ന് ഞാൻ ഓടിപ്പോയി. മിസ്റ്റർ ബൂൺ looked up when I came in but didn't say anything. അല്ലെ, മിസ്റ്റർ ബൂൺ അവിടെ ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് വരുന്നത് മിസ്റ്റർ ബൂൺ കണ്ടെങ്കിലും ഒന്നും സംസാരിച്ചില്ല. ടു ദിസ് ഡേ ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഗോട്ട് ട്രബിൾ PE. അല്ലെ, ഈ ഒരു ദിവസം ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഗോട്ട് ട്രബിൾ ഇൻ PE. അല്ലെ, ഞാൻ ആ ദിവസത്തില് അനുഭവിച്ച ആ ട്രബിളിനെ കുറിച്ച് ആ ഒരു ഇതൊന്നും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അന്നത്തെ ആ ദിവസം. ഫോർ ബീങ് ലേറ്റ്, ഹൗ ഐ മേഡ് ഇറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദ ആഫ്റ്റർനൂൺ. അല്ലെ, ആ ഒരു ആഫ്റ്റർനൂൺ, അതിന് ശേഷം അത് കേട്ടതിന് ശേഷമുള്ള ആഫ്റ്റർനൂൺ കംപ്ലീറ്റ് എന്താണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പോലും സാധിക്കുന്നില്ല. ഐ വെന്റ് ഹോം വെരി സാഡ് ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ ദാറ്റ് നൈറ്റ് സോ ഗ്രാൻഡ് മദർ വുഡൻ ഹിയർ. അല്ലെ, ഞാൻ എന്റെ വീട്ടിലോട്ട് വളരെ വിഷമത്തോടെയാണ് പോയത്, കരഞ്ഞുകൊണ്ടാണ് പോയത്. എന്നിട്ട് എന്ത് ചെയ്തു, രാത്രി മുഴുവൻ ഞാൻ പില്ലോയിൽ ഇങ്ങനെ മുഖം അമർത്തി കരഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്, മുത്തശ്ശി കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി. It seemed a cruel coincidence that I had overheard that conversation. ആ കോൺവെർസേഷൻ കേട്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട ഒരു, ഒട്ടും പ്രതീക്ഷിക്കാതെ യാദൃശികമായി സംഭവിച്ചു പോയ വളരെ മോശപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് ആ ഒരു നിമിഷത്തെ അവര് ഓർക്കുന്നത്. The next day when the principal called me into the office. അല്ലെ, അടുത്ത ദിവസം പ്രിൻസിപ്പാള് അവളുടെ ഓഫീസിലോട്ട് അവളെ വിളിച്ചു. I knew what it would be about. അല്ലെ, എനിക്കറിയാം എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നെ വിളിച്ചതെന്ന്. He looked uncomfortable and unhappy. അദ്ദേഹം വളരെയധികം അസ്വസ്ഥനും സന്തോഷവാനുമല്ലാതെയാണ് കാണപ്പെടുന്നത്. I decided I wasn't going to make it any easier for him. ഞാനും തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തിന് വളരെ ഈസി എന്നാക്കി കൊടുക്കാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല. അല്ലെ, കാരണം അത് എന്റെ ഒരു അവകാശമാണല്ലോ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന്. അല്ലെ, അപ്പൊ അദ്ദേഹം ഒന്ന് ഈസി ആക്കാൻ തന്നെ എന്താണ് ഞാനും തന്നെ ഒട്ടും വിട്ടു കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രൈറ്റ് ഇൻ ദ ഐസ്. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സ്ട്രൈറ്റ് ആയിട്ട് നോക്കി. ഹി ലുക്ക്ഡ് അവേ ആൻഡ് ഫിഡ്ജഡ് വിത്ത് ദ പേപ്പേഴ്സ് ഓൺ ഹിസ്. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്താണ്, അദ്ദേഹം എങ്ങനെ നോക്കുന്നുണ്ട്, വളരെ അസ്വസ്ഥനായിട്ടാണ് കാണപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അവിടെയുള്ള കയ്യിലുള്ള അദ്ദേഹത്തിന്റെ പേപ്പേഴ്സ് ഒക്കെ ഇങ്ങനെ ഫിഡ്ജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അസ്വസ്ഥതയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അറിയാതെ ഇങ്ങനെ ഒന്ന് ഞെരിക്കുകയൊക്കെ ചെയ്യും. അല്ലെ, നമ്മുടെ അസ്വസ്ഥത അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഡെസ്ക് മേലെ പേപ്പർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാർത്ത he said, അല്ലെ, അദ്ദേഹം പറയാണ്, there has been a change in policy
ദിസ് ഇയർ റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലെ. സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ കാര്യത്തിൽ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പോളിസിയിൽ. ആസ് യു നോ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ. നിനക്കറിയാലോ അത് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് നൽകുന്നതാണെന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂ. അദ്ദേഹത്തിന്റെ തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് സംസാരം തുടർന്നു. ദിസ് ഇയർ ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15. ഈ വർഷം ബോർഡ് മെമ്പേഴ്സ് എന്ത് തീരുമാനിച്ചു, $15 വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. which still won't cover the complete cost of the jacket. അന്നാ പോലും ജാക്കറ്റിന്റെ കംപ്ലീറ്റ് പൈസ ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. I stared at him shocked. ഞാൻ അത് കേട്ട ഷോക്കിൽ ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കി. And a small sound of dismay escaped my throat. അല്ലെ, എന്റെ തൊണ്ടയിലൂടെ എന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു ബ്രേക്ക് വരികയാണ് അല്ലെ, സൗണ്ടിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയാണ്. I hadn't expected this. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. He still avoided looking in my eyes. അദ്ദേഹം എന്ത് ചെയ്തു, എന്റെ കണ്ണുകളിൽ നോക്കുന്നത്, കണ്ണെടുത്ത് മാറ്റി അല്ലെ, എന്റെ കണ്ണുകളിൽ നോക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തു. So if you are unable to pay the $15 for the jacket, I will be given to the next one in the line. അല്ലെ, നിനക്ക് ആ ജാക്കറ്റിന് പൈസ തരാൻ സാധിച്ചില്ലെങ്കിൽ ലൈനിലുള്ള അടുത്ത ആൾക്ക് ഞാൻ കൊടുക്കും. അടുത്ത വ്യക്തി ആരാണോ അവർക്ക് ഞാൻ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കും. I didn't need to ask who that was. അല്ലെ, എനിക്കത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, എല്ലാ അടുത്ത ആള് ആരാന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എനിക്ക് അറിയാം. എനിക്കതിന്റെ ആവശ്യമില്ലായിരുന്നു അടുത്ത ആളാരാണ് എന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലായിരുന്നു. സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി ഐ കുഡ് മാസ്റ്റർ. അല്ലെ, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് എല്ലാം മനസ്സിലായിട്ടുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. ഐ സെഡ് ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ് സാർ ആൻഡ് ലെറ്റ് യു നോ ടുമാറോ. അല്ലെ, ഞാൻ നാളെ എന്റെ അച്ഛനോട് ഗ്രാൻഡ് ഫാദറിനോട് അതിനെ കുറിച്ച് സംസാരിക്കാം. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. അല്ലെ, ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന ആ വഴി മുഴുവൻ ഞാൻ എന്ത് ചെയ്തു, കരഞ്ഞുകൊണ്ടാണ് പോയത്. ദ ഡേർട്ട് റോഡ് വാസ് ക്വാർട്ടർ മൈൽ ഫ്രം ദ ഹൈവേ. അല്ലെ, ആ ഒരു ഹൈവേയിൽ നിന്നുള്ള ആ ഡേർട്ട് പിടിച്ചിട്ടുള്ള എല്ലാ റോഡിലൂടെയും ഞാൻ എന്ത് ചെയ്തു, ഞാൻ കരഞ്ഞുകൊണ്ട് പോയി. സോ ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വർ റെഡ് ആൻഡ് പഫി. അല്ലെ, കരഞ്ഞു പോയതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്റെ കണ്ണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കരഞ്ഞ് ചുമന്ന് തൊടുത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് ഉണ്ടായിരുന്നു, പുറത്തോട്ട് തള്ളി നിൽക്കുക. ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ. വെർ ഇസ് ഗ്രാൻഡ് പാ ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ. അല്ലെ, മുത്തശ്ശൻ എവിടെയാണ് എന്ന് ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു. ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ സോ ഷീ വുഡ്ന്റ് ആസ്ക് മീ വൈ I would have been crying. അല്ലെ, അവരിങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ, താഴോട്ട് അവർ നോക്കിയിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് അല്ലെ, അതുകൊണ്ട് തന്നെ ഞാൻ കരയുന്നത് അവര് കണ്ടില്ല. അല്ലെ, then she was sewing the kite as usual and didn't look up. I think he's out back working in the bean field. അല്ലെ, അവരിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ മുഖത്തോട്ട് നോക്കാത്തന്നെ താഴോട്ട് നോക്കിക്കൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞു, ഞാൻ കരുതുന്നു മുത്തശ്ശൻ എവിടെ ഉണ്ടാവും, ആ പാടത്ത്, അവിടെയുള്ള ഫീൽഡിൽ. അല്ലെ, ആ ഫീൽഡിൽ അദ്ദേഹം പാടത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. I went to outside and looked out at the field. അല്ലെ, ഞാൻ പുറത്തോട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പാടത്തോട്ട് നോക്കി. There he was. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. I could see him walking between the rows. എനിക്ക് എന്ത് കാണുന്നുണ്ടായിരുന്നു, ആ വരികളിലൂടെ. അല്ലെ, കൃഷി ഇങ്ങനെ ചെയ്യുന്നതിന്റെ വരികൾ ഉണ്ടാവുമല്ലോ അല്ലെ, ആ വരികളുടെ ഇടയിലൂടെ എനിക്ക് അദ്ദേഹത്തെ കാണാമായിരുന്നു. His body bent over the little plant. അല്ലെ, who in hand. അല്ലെ, അദ്ദേഹത്തിന്റെ ബോഡി ഇങ്ങനെ ഒരു ചെറിയ പ്ലാന്റിലോട്ട് ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. കയ്യിൽ എന്തുണ്ട്, ഒരു തൂമ്പയുമുണ്ട്. Okay, I walked slowly out to him, trying to think how I could best ask him for the money. അല്ലെ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങി എന്ത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ നല്ല ബെസ്റ്റ് ആയിട്ട് അദ്ദേഹത്തോട് ആ പൈസ ആവശ്യപ്പെടും എന്ന്. There was a cool breeze blowing and the sweet smell of the mesquite fruit in the air. അല്ലെ, എന്തുണ്ടായിരുന്നു അവിടെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ മെസ്ക്യൂട്ട് ദ ഫ്രൂട്ട്സിന്റെ ഒരു മണം. അല്ലെ, ആ ഫ്രൂട്ടിന്റെ ഒരു സ്മെല്ല് ഇങ്ങനെ ആ കാറ്റിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് അപ്രീഷിയേറ്റ്. പക്ഷെ എനിക്കതൊന്നും ആസ്വദിക്കാൻ സാധിച്ചില്ല. ഐ കിക്ക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലോഡ്. അല്ലെ, ഞാൻ എന്ത് ചെയ്തു, അവിടെ ചെന്നിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള ഒരു, നമ്മളിങ്ങനെ
പാടത്തൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഞാറൊക്കെ മണ്ണുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും, അതുപോലെ ഇങ്ങനെ കളകൾ പറിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒരു കാല് കൊണ്ടൊരു തട്ടങ്ങ് കൊടുത്തു. ഓക്കെ, ഞാനൊരു മൺകൂന എന്ത് ചെയ്തു, ഒരു ഡേർട്ടി ആയിട്ടുള്ള മൺകൂന പോയിട്ട് തട്ടിയിട്ടു കാലുകൊണ്ട്. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. എനിക്ക് ആ ജാക്കറ്റ് കിട്ടണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം മാത്രമല്ല, എനിക്ക് ആവശ്യം കൂടെ ആയിരുന്നു പറഞ്ഞ പോലെ എനിക്ക് അത്യാവശ്യമായിരുന്നു അത്. I was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. അല്ലെ, ഗ്രാജുവേഷൻ നൈറ്റില് എനിക്ക് ആ ജാക്കറ്റ് കിട്ടുകയും വേണം, അതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, അന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അതിനെ അത് കിട്ടുന്ന വ്യക്തിക്ക് പ്രസംഗിക്കാൻ അവസരം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എനിക്ക് പ്രസംഗിക്കുകയും വേണം. It represented 8 years of hard work and expectation. അതെന്റെ 8 വർഷത്തെ പ്രതീക്ഷയും എന്റെ ഹാർഡ് വർക്കിന്റെയും റിസൾട്ട് ആണ് ആ കാണുന്നത്. I knew I had to be honest with grandpa. എനിക്ക് ഗ്രാൻഡ്പയോട് സത്യസന്ധത പുലർത്തണം എന്നുള്ളത് എനിക്കറിയാം അല്ലെ. It was my only chance. ഇതെന്റെ ഒരേ ഒരു അവസാനത്തെ അവസരമാണ്. I saw my shadow and looked up. അല്ലെ, സോറി, he saw my shadow and looked up. അല്ലെ, എന്താണ്, അദ്ദേഹം എന്റെ നിഴല് കണ്ടിട്ട് എന്നെ ഇങ്ങനെ തല ഉയർത്തി നോക്കി. he waited for me to speak. ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ അദ്ദേഹം വെയിറ്റ് ചെയ്തു. I cleared my throat nervously and clasped my hands behind my back so he wouldn't see the shaking. അല്ലെ, ഞാൻ എന്റെ സൗണ്ട് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തു, എന്റെ ടെൻഷനൊക്കെ മാറ്റി എന്റെ തൊണ്ടയൊക്കെ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ കൈകൾ ഇങ്ങനെ വിറക്കുന്നുണ്ട്, ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, അത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ കൈകൾ ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ചു. Grandpa, I have a big favor to ask you. എനിക്ക് നിങ്ങളുടെ ഒരു വലിയ സഹായം വേണം. I said Spanish. ഞാനത് സ്പാനിഷ് ഭാഷയിലാണ് പറഞ്ഞത്. The only language he knew. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരേ ഒരു ഭാഷയാണ് അത്. He still waited silently. അത് ഇപ്പോഴും വളരെ സൈലന്റ് ആയിട്ട് കാത്തിക്കാണ് ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ. I tried again. ഞാൻ വീണ്ടും പറയാൻ ശ്രമിച്ചു. Grandpa, this year the principal said the scholarship jacket is not going to be free. It's going to be cost $15. പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ അല്ല, അതിന് $15 നമ്മൾ കൊടുക്കണമെന്ന്. And I have to take the money tomorrow. ആ പൈസ എനിക്ക് നാളെ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. Otherwise it will be given to the someone else. അല്ലാന്നുണ്ടെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കും. The last words came out in an eager rush. അല്ലെ, ലാസ്റ്റ് വാക്ക് പറഞ്ഞത് കുറച്ച് സ്പീഡിലായിരുന്നു. Grandpa straightened up tiredly and leaned his chin on the Hugh hands. അല്ലെ, ഗ്രാൻഡ്പ ഒന്ന് തലയൊക്കെ ഒന്ന് ഉയർത്തി നല്ല ഉഷാറിൽ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ താടി കൊണ്ടുപോയിട്ട് ആ തൂമ്പം ഇങ്ങനെ കുത്തി ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ നിന്നു. He looked out over the field that was filled with the tiny green bean plants. അല്ലെ, അദ്ദേഹം ഇങ്ങനെ പാടത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അവിടെ എന്തുണ്ട്, ഒരു ആ ഫുള്ള് ഇങ്ങനെ ഗ്രീൻ ബീൻ പ്ലാന്റ് ആണ് കേട്ടോ, ഒരു ധാന്യത്തിന്റെ അല്ലെ പയർവർഗത്തിന്റെ പ്ലാന്റുകൾ നിറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്രീൻ പ്ലാന്റ്സുകൾ അദ്ദേഹം കാണുന്നുണ്ട്. ഐ വെയിറ്റഡ്, ഞാൻ വെയിറ്റ് ചെയ്തു. ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് ഹി വുഡ് സേ കുഡ് ഹാവ് ദ മണി. അദ്ദേഹം പൈസ തരുമെന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തു. ഹി റിട്ടേൺ ടു മീ ആൻഡ് ആസ്ക്ഡ് ക്വയറ്റ്ലി. അത് എന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. ഐ ആൻസർഡ് ക്വിക്ലി. ഞാൻ ആൻസർ വളരെ പെട്ടെന്ന് പറഞ്ഞു. എന്താണ്? മേ ബി ദർ വാസ് എ ചാൻസ്. ഇറ്റ് മീൻസ് യു ഹാവ് earned it by having the highest grade for 8 years and that's why they are giving it to you. അല്ലെ, അതെന്താണ്? അതൊരു അവസരമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ 8 വർഷത്തെ അധ്വാനത്തിന് അവർ തരുന്ന ഒരു എന്താണ്, ഒരു ബഹുമതിയാണ് അല്ലെ എന്നാണ് പറഞ്ഞത്. Too late, I realized the significance of my words. ഞാൻ ഒരുപാട് പറഞ്ഞതിന് ശേഷം പിന്നീടാണ് എനിക്ക് ആ വേർഡിന്റെ ആഴത്തിലുള്ള ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. എന്ത്? 8 വർഷങ്ങൾക്കുള്ള നമ്മുടെ അധ്വാനത്തിനുള്ള ഒരു റിസൾട്ട് ആണ് അത്. 8 വർഷത്തിന് നമ്മൾ കൊടുത്ത നമ്മുടെ എഫേർട്ടിനുള്ള ഒരു സമ്മാനം, ഒരു ബഹുമതി, അതിനുള്ള ഒരു റിസൾട്ട് ആണ് അത് എന്നുള്ളത്. Grandpa knew that I understood it was not a matter of the money. Grandpa
മനസ്സിലായി? ഇതൊരു പൈസയുടെ കാര്യമല്ല അല്ലെ, പൈസയുടെ ഒരു മാറ്റർ അല്ല. ഇറ്റ് വാസ് ഇൻ ദാറ്റ് ഹി വെന്റ് ബാക്ക് ടു ബീയിങ് ദ വീഡ്സ് ദാറ്റ് സ്പ്രാങ് അപ്പ് ദ ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ ബേഴ്സ് അല്ലെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇത് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഹ്യൂയിങ് ദ വീഡ്സ് ആണ് അല്ലെ, കളകൾ പറിക്കാണ് അല്ലെ. നമ്മൾ ഈ പച്ചക്കറികളും കൃഷികളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കളകൾ ഉണ്ടാവും അല്ലെ, അത് പറിക്കാൻ. സ്പ്രാങ് അപ്പ് ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻസ് അല്ലെ. ചിലതൊക്കെ ഇങ്ങനെ മുള പൊട്ടി വരുന്നുണ്ടാവും ഈ ബീൻസിന്റെ ഇടയിലൂടെ അല്ലെ. അത് പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അത് അദ്ദേഹം അങ്ങനെ പറിച്ചെടുക്കുകയാണ്. വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അത് അങ്ങനെ പറിച്ചെടുക്കുകയാണ് അല്ലെ. It was a time consuming job. Sometimes the small shoots were right next to each other അല്ലെ. ഇത് അത് ചെയ്യാനുള്ള ഒരു സമയമാണ്. അത് ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ചില ചെറിയ 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 കളകൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൂട്ടി നിൽക്കാറുണ്ട്. ഫൈനലി ഹി സ്പോക്ക് അഗെയിൻ, ഐ ടേൺ ടു ലീവ് ആൻഡ് ക്രൈ അല്ലെ. ഞാൻ ഇങ്ങനെ കരഞ്ഞു പോകാൻ തുടങ്ങിയപ്പോ അദ്ദേഹം എന്ത് ചെയ്യാണ്? എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, then if you pay for it, Martha, it's not a scholarship jacket, is it? മാർത്ത, നീ അതിന് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവുമോ എന്നാണ് ചോദിച്ചത്. നീ അതിന് പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ, അതിന് നീ പൈസ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവുമോ മാർത്ത എന്നാണ് ചോദിച്ചത്. ടെൽ യുവർ പ്രിൻസിപ്പാൾ ഐ വിൽ നോട്ട് പേ ദ $15. നിന്റെ പ്രിൻസിപ്പാളോട് പോയിട്ട് ഞാൻ അതിന് $15 തരില്ല എന്ന് നീ പറയണം. I walked back to the house and locked myself the bathroom for a long time അല്ലെ. ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ബാത്റൂമിൽ കയറിയിട്ട് ഒരുപാട് സമയം എന്ത് ചെയ്തു? ബാത്റൂം അടച്ചുകൊണ്ട് കരഞ്ഞു. I was angry with my grandfather even though I know he was right. എന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയാം, എന്നിരുന്നാൽ പോലും എനിക്ക് എന്റെ ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നി. ആൻഡ് ഐ വാസ് ആംഗ്രി വിത്ത് ദ ബോർഡ് മെമ്പേഴ്സിനോടും എനിക്ക് എന്ത് തോന്നി? ബോർഡ് മെമ്പേഴ്സിനോടും എനിക്ക് ദേഷ്യം തോന്നി. ഹു എവർ ദേ വർ അല്ലേ, അതിലുള്ള എല്ലാ ആളുകളോടും എനിക്ക് എന്ത് ചെയ്യാണ്? ദേഷ്യം തോന്നുകയാണ്. വൈ ഡിഡ് ദേ ഹാവ് ടു ചാൻസ് ദ റൂൾസ് ജസ്റ്റ് വെൻ ഇറ്റ് വാസ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ് അല്ലെ. ആരൊക്കെയാണോ എന്തൊക്കെ കൊണ്ടാണോ എനിക്ക് ആ നിയമങ്ങൾ, എനിക്ക് ഈ ജാക്കറ്റ് കിട്ടാനുള്ള ഈ വർഷം തന്നെ ആ നിയമങ്ങൾ മാറ്റിയ എല്ലാവരോടും എനിക്ക് എന്ത് തോന്നുകയാണ്? എനിക്ക് ദേഷ്യം തോന്നി. ദീസ് വേർ ദ ഡേയ്സ് ഓഫ് ബിലീഫ് ആൻഡ് ഇന്നസെൻസ് അല്ലെ. ആ ഒരു ദിവസം എന്തിൻ്റെതായിരുന്നു? നിഷ്കളങ്കതയുടെയും അതേപോലെ തന്നെ വിശ്വാസത്തിന്റെയും മിക്സ് ആയിട്ടുള്ള ഒരു നിഷ്കളങ്കതയുടെയും വിശ്വാസത്തിന്റെയും നിമിഷമായിരുന്നു അത് അല്ലെ. It was a very sad and widow a girl who dragged into the principal office the next day അല്ലെ. ഇത് ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന അല്ലെ ഏറ്റവും മനോഹരമായിട്ടെന്നല്ല, ഏറ്റവും ആഴത്തിലായിട്ടുള്ള സങ്കടത്തിന്റെയും അതേപോലെ തന്നെ ഒരു പിന്മാറലിന്റെയും ഒഴിഞ്ഞു പോകലിന്റെയും ഒക്കെ എന്തായിരുന്നു? വിഷമത്തിന്റെയും ഒക്കെ ഒരു നിമിഷമായിരുന്നു. ആൻഡ് ഡ്രാഗ്ഡ് ഇൻ ടു ദ പ്രിൻസിപ്പാൾ ഓഫീസ് ദ നെക്സ്റ്റ് ഡേ അല്ലെ. ഇയഞ്ഞുകൊണ്ട് പോകുക അല്ലെ, താല്പര്യമില്ലാതെയാണ് അടുത്ത ദിവസം പ്രിൻസിപ്പാളിന്റെ ഓഫീസിലോട്ട് പോയത്. This time he did look me in the eyes അല്ലെ. അദ്ദേഹം ഈ സമയം എന്ത് ചെയ്തു? എന്റെ കണ്ണുകളിലോട്ട് നോക്കി. What did your grandfather say? എന്താണ് നിന്റെ മുത്തശ്ശൻ പറഞ്ഞത്? I sat very straight in my chair. ഞാൻ എന്റെ ചെയറിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നു. He said to tell you he won't pay the $15. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം $15 പേ ചെയ്യില്ല എന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞു. The principal muttered something I couldn't understand under his breath and walked over to the window അല്ലെ. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനലിന്റെ അരികിലോട്ട് പോയി. He stood looking at something outside. അദ്ദേഹം എന്തോ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. He looked bigger than usual when he stood up. അദ്ദേഹം എനിക്ക് എന്നും കാണുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഒരാളെ പോലെ തോന്നി. He was tall. അദ്ദേഹം നല്ല നീളമുള്ള മനുഷ്യനായിരുന്നു. A gaunt man with a grey hair അല്ലെ. എന്താണ്? വളരെ മെലിഞ്ഞ നരച്ച മുടികളുള്ള ഒരു വ്യക്തിയായിരുന്നു. And I watched the back of his head while I waited for him to speak. ഞാൻ അദ്ദേഹത്തിന്റെ ബാക്കിലോട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കാം. അദ്ദേഹത്തിന്റെ ബാക്കിലോട്ട് ഞാൻ ഇങ്ങനെ നോക്കി അദ്ദേഹം എന്തെങ്കിലും അടുത്തതായിട്ട് പറയുന്നത് നോക്കിക്കൊണ്ട് നിന്നു. Why?
ഹി ഫൈനലി ആസ്ക്ഡ്. എന്ന് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് മുത്തശ്ശന് പൈസ തരില്ല എന്ന് ചോദിച്ചു. യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി, ഹി ഓൺസ് 200 acre റാഞ്ച്. അല്ലെ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് പൈസ തന്നൂടാ? അദ്ദേഹത്തിന് അതിൽ പൈസ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് 200 acre ഒക്കെ സ്ഥലമുണ്ടല്ലോ, കൃഷിസ്ഥലമുണ്ടല്ലോ. ഐ ലുക്ക്ഡ് അറ്റ് ഹിം, ഞാൻ അദ്ദേഹത്തെ നോക്കി. ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ, എന്റെ കണ്ണുകൾ ഞാൻ ഉണക്കി പിടിച്ചുകൊണ്ട് നോക്കി എന്ന് പറഞ്ഞാൽ എന്താ, കരയാതെ ശ്രമിച്ചുകൊണ്ട് ഞാൻ നോക്കി. ഐ നോ സാ, എനിക്കത് അറിയാം. അല്ലെ, എന്തറിയാം? അദ്ദേഹത്തിന് പൈസ തരാൻ അറിയാം, അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല പോലെ എന്തുണ്ട്, സ്ഥലമൊക്കെ സ്വന്തമായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ബട്ട് ഹി സെഡ് ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡ് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഞാൻ അതിന് പൈസ തരികയാണ് എന്നുണ്ടെങ്കിൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. ഐ ഗസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗീവ് ഇൻ ടു ജൊഹാൻ. അല്ലെ, അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ അവിടുന്ന് പോവാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ അറിയാതെ പറയാണ്. എന്ത് പറഞ്ഞു പോയി? ഞാൻ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളത് ജൊഹാന് തന്നെ കൊടുത്തോളൂ. ഓക്കെ, ഐ ഹാഡ് ഇൻ മീൻ ടു സേ ദാറ്റ് ഇറ്റ് ഹാഡ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അല്ലെ, അത് അറിയാതെ കേട്ടതായിരുന്നല്ലോ. അല്ലെ, ജൊഹാൻ അത് കൊടുക്കുക എന്നുള്ളത് അറിയാതെ കേട്ടതായിരുന്നു. അപ്പൊ ഞാൻ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, എന്റെ വായിൽ നിന്നും അറിയാതെ പുറത്തോട്ട് ചാടിയതാണ്. ഐ വാസ് ഓൾമോസ്റ്റ് എ ഡോർ വെൻ ഹി സ്റ്റോപ്ഡ് മീ. മാർത്ത വെയിറ്റ്. അല്ലെ, അദ്ദേഹം എന്നോട് മാർത്ത വെയിറ്റ്, മാർത്ത അവിടെ നിൽക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ഡോറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. I turned and looked at him. ഞാൻ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നോക്കി. Waiting. What did he want to know? I could feel my heart pounding loudly in my chest. അദ്ദേഹത്തിന് ഇനി എന്താണ് പറയാനുള്ളത്? എന്റെ ഹേർട്ട് ബീറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വളരെയധികം ശബ്ദത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു എന്റെ ഫീലിങ്സ് ഒക്കെ. സംതിങ് ബിറ്റർ ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് മൈ കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. എന്തോ കയ്പ്, രസമില്ലാത്തത് എന്തോ എന്റെ വായിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. I was afraid I was going to be sick. ഞാൻ ഭയപ്പെട്ടു, ഞാൻ എന്തോ രോഗം എനിക്ക് വരികയാന്ന് ഞാൻ ഭയപ്പെട്ടു. I didn't need any sympathy speeches. അല്ലെ, എനിക്ക് ഒരിക്കലും ഒരു സിമ്പതിയുള്ള വാക്കുകളൊന്നും കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്നെ നോക്കി ദയോട് കൂടിയിട്ടുള്ള വാക്കുകളൊന്നും പറയുന്നത് കേൾക്കാൻ എനിക്ക് എന്തില്ലായിരുന്നു, എനിക്ക് താല്പര്യമില്ലായിരുന്നു. He signed loudly and went back to his big desk. അല്ലെ, അദ്ദേഹം കുറച്ച് ഉറക്കെ നെടുവീർപ്പിട്ടുകൊണ്ട് വെൻ ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്, അദ്ദേഹത്തിന്റെ ഡെസ്കിലോട്ട് തന്നെ തിരിച്ചു പോയി. ഹി വാച്ച്ഡ് മീ, അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറയാണ്, ബൈറ്റിംഗ് ഹിസ് ലിപ്സ്, അദ്ദേഹത്തിന്റെ ലിപ്സ് ഒക്കെ ഒന്ന് കടിച്ചു, ചുണ്ടുകളൊക്കെ ഒന്ന് കടിച്ചുകൊണ്ട് പറയാണ്, ഓക്കെ വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഞാൻ നിന്റെ കേസിൽ ഞാനൊരു പ്രത്യേക പരിഗണന തരാം. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. ഞാൻ ബോർഡ് മെമ്പേഴ്സിനോട് പറയാം, നിനക്ക് നിന്റെ ജാക്കറ്റ് കിട്ടും. ഓക്കെ, ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. എന്റെ ചെവികൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് റഷ്. അല്ലെ, ഞാൻ എന്ത് ചെയ്യാണ്, വിറച്ചുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഓ താങ്ക് യു സാർ. എന്താണ് താങ്ക് യു സാർ? സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നുകയാണ്. ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ദ അൾട്രാലിൻ ഇൻ ദോസ് ഡേയ്സ്. എനിക്ക് അൾട്രാലിനെ കുറിച്ച് ആ സമയത്ത് അറിയില്ലായിരുന്നു. അതൊരു ഹോർമോണാണ് കേട്ടോ. ആ സമയത്ത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. നമ്മുടെ ഭയങ്കരമായിട്ടുള്ള സന്തോഷവും സങ്കടവും ഷോക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അല്ലെ, അതിനെ കുറിച്ച് എനിക്കറിയില്ല. ബട്ട് ഐ നോ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. പക്ഷെ എന്റെ ബ്ലഡിലൂടെ എന്തൊക്കെയോ പമ്പ് എന്റെ ശരീരത്തിലൂടെ ചെയ്യുന്നുണ്ട്. മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ. എന്നെ ആകാശത്തോളം ഉയരത്തിലെത്തിക്കുന്ന ഒരു ഫീലിംഗ് അല്ലെ. ഐ വാണ്ടഡ് ടു യേൾ, jump, run the mile, do something. എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, ചാടണമെന്നുണ്ട്, ഓടണമെന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ തുള്ളിച്ചാടണം, എന്തൊക്കെയോ പറയണം, കൂകി വിളിക്കണം അല്ലെ. എല്ലാവരും കൂകി വിളിക്കുക, ചാടുക, ഓടുക, എന്തൊക്കെയോ ചെയ്യണം എന്ന് തോന്നുകയാണ് അല്ലെ, സന്തോഷം കൊണ്ട്. I ran out so I could cry in the hall where there was no one to see me. ഞാൻ പുറത്തോട്ട് ഓടിയിട്ട് ആരും കാണാത്ത ഹോളിന്റെ ഒരു സൈഡിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് കരഞ്ഞു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിന്റെ അവസാനം, മിസ്റ്റർ സ്മിത്ത് വിങ്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്, മിസ്റ്റർ സ്മിത്ത് എന്റെ അടുത്തേക്ക് വളരെ കണ്ണിറക്കിക്കൊണ്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് പറയാണ്, ഐ ഹിയർ യു ആർ ഗെറ്റിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ. ഞാൻ കേട്ടു നിനക്ക് ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്കാണെന്ന് ഞാൻ കേട്ടു എന്ന് സ്മിത്ത് ഇങ്ങനെ അറിയാത്ത പോലെ വന്നിട്ട് പറയാണ്.
ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെന്റ് ആസ് എ ബേബീസ്. അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ ഹാപ്പി, നിഷ്കളങ്കത നിറഞ്ഞ സന്തോഷം, ഒരു കുട്ടിയെ പോലെ നിഷ്കളങ്കത നിറഞ്ഞ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. ബട്ട് ഐ ന്യൂ ബെറ്റർ, എനിക്കത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. വിത്തൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം ക്വിക്ക് ഹഗ് ആൻഡ് റൺ ടു ദ ബസ്. അല്ലെ, അദ്ദേഹം ഒന്നും പറയുന്നു, ഞാൻ ആൻസർ പറഞ്ഞിട്ടൊന്നുമില്ല, മറുപടി ഒന്നും കൊടുക്കാതെ ഞാൻ അദ്ദേഹത്തെ പോയി ഹഗ് ചെയ്തു. എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഓടി. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം അഗെയിൻ. അല്ലെ, ഇന്ന് ഞാൻ വീട്ടിലോട്ട് പോയപ്പോ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. അന്ന് ഞാൻ കരഞ്ഞത് സങ്കടം കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്താണ്, ഒരുപാട് സന്തോഷവതിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. ഐ കുഡന്റ് വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ് പാ ആൻഡ് റൺ സ്ട്രൈറ്റ് ടു ദ ഫീൽഡ്. അല്ലെ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലായിരുന്നു. അല്ലെ, മുത്തശ്ശനോട് പറയാൻ വെയിറ്റ് ചെയ്യാൻ എനിക്ക് കാത്തുക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, മുത്തശ്ശൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് പാടത്തോട്ട് ഓടിപ്പോയി. ഐ ജോയിൻഡ് ഹിം ദ റോ വെർ ഹി വാസ് വർക്കിംഗ്. അല്ലെ, ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ പോയിട്ട് ഞാനും വർക്ക് ചെയ്യാൻ തുടങ്ങി. വിത്തൗട്ട് സേയിങ് എനിത്തിങ് ഐ ക്രൗച്ച് ഡൗൺ. ഒന്നും പറയാതെ, അല്ലെ, ഒന്നും പറയാതെ ഞാനും തന്നെ അവിടെ വളഞ്ഞു നിന്നുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം ചെയ്യുന്ന ജോലി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ്. അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെയുള്ള കളകളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, പറിച്ചിങ്ങനെ എടുക്കാൻ തുടങ്ങി. ഗ്രാൻഡ് പാ വർക്ക്ഡ് അലോങ് സൈഡ് മീ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അല്ലെ, എന്റെ അടുത്ത് നിന്നിട്ട് തന്നെ ഗ്രാൻഡ് പാ എന്ത് ചെയ്തു, കുറച്ചു നേരം വർക്ക് ചെയ്തു. ആൻഡ് ഹി ഡിഡ്ന്റ് ആസ്ക് വാട്ട് ഐ ഹാഡ് ഹാപ്പൻഡ്. അദ്ദേഹം എന്നോട് എന്തും തന്നെ ചോദിച്ചില്ല എന്താ സംഭവിച്ചതെന്ന്. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദ റോസ്. അല്ലെ, ഞാൻ കുറച്ച് ഒരു കളകളുടെ ഒരു കൂന ഞാൻ പറിച്ചിട്ട് കൂട്ടിയതിന് റോളിന്റെ അടിയിൽ ഇങ്ങനെ വരികളുടെ ഇടയിലോട്ട് ഇങ്ങനെ ഒരു കൂന പോലെ ഞാൻ എന്ത് ചെയ്തു, കളകൾ പറിച്ചു കൂട്ടി. ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു, ദ പ്രിൻസിപ്പാൾ സെഡ് ഹി ഈസ് മേക്കിംഗ് ആൻ എക്സെപ്ഷൻ ഫോർ മീ ഗ്രാൻഡ്പാ. ഐ ആം ഗെറ്റിംഗ് ദ ജാക്കറ്റ് ആഫ്റ്റർ ഓൾ. ദാറ്റ്സ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. എന്താണ് പറഞ്ഞത്, പ്രിൻസിപ്പാൾ ഈ വർഷം എന്റെ കേസിൽ എനിക്കൊരു എക്സെപ്ഷൻ ചെയ്ത് തന്നിട്ടുണ്ട്, എനിക്ക് തന്നെ ജാക്കറ്റ് കിട്ടും. അല്ലെ, എനിക്ക് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും. അല്ലെ, ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. ഇത് ഞാൻ അദ്ദേഹം എന്നോട് എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ്, ചോദിക്കുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞു. I saw the shoulder and the smile. He pulled out the crumpled red handkerchief that he always carried his back pocket. അല്ലെ, അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഒരു ചുളിഞ്ഞ ഹാൻഡ്കർച്ചീഫ് അദ്ദേഹത്തിന്റെ ബാക്കിലെ പോക്കറ്റിൽ അദ്ദേഹം സൂക്ഷിക്കാറുണ്ട്. അല്ലെ, അതെടുത്തിട്ട് അദ്ദേഹത്തിന്റെ wiped the sweat off his forehead. അദ്ദേഹം അത് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വിയർപ്പൊക്കെ, നെറ്റിയിലുള്ള വിയർപ്പൊക്കെ ഇങ്ങനെ തുടച്ചു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് ദ സപ്പർ. അല്ലെ, നീ തിരിച്ചു പോയിട്ട് നിന്റെ അമ്മയെ, ഗ്രാൻഡ് മദറിനെ രാത്രി ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ രാത്രി ഫുഡ് ഉണ്ടാക്കാനൊക്കെ പോയിട്ട് നീ സഹായിക്കൂ. അതായിരിക്കും നിനക്കിപ്പോ ബെറ്റർ എന്ന് പറയാം. നീ പോയിട്ട് എന്നെ ഇവിടെ സഹായിക്കലൊക്കെ നിർത്തിയിട്ട് നീ പോയിട്ട് എന്ത് ചെയ്യാം, നിന്റെ മുത്തശ്ശിയെ സപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി സഹായിക്കും. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രീൻ. അല്ലെ, എന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ ഇങ്ങനെ ഇളിച്ച് കാണിക്കില്ലേ, അതിനാണ് പറയാ. അല്ലെ, ഞാനിങ്ങനെ ചിരിച്ചു കാണിച്ചു. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. അദ്ദേഹം എന്നെ വിഡ്ഢിയാക്കിയില്ല. ഐ സ്കിപ്ഡ് ആൻഡ് റൺ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ടു. അല്ലെ, ഞാനിങ്ങനെ ചാടി വീട്ടിലേക്ക് ഇങ്ങനെ ഓടി, എന്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വായ കൊണ്ട് ഇങ്ങനെ വിസിലൊക്കെ വിളിച്ച് തുള്ളിച്ചാടി ഞാൻ എന്റെ വീട്ടിലോട്ട് ഇങ്ങനെ മടങ്ങി. അല്ലെ, വായന്ന് ഇങ്ങനെ വിസിലിന്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ എന്താ, ചൂളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് തുള്ളിച്ചാടി ആ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത് കേട്ടോ. തുള്ളിച്ചാടി ഞാൻ വീട്ടിലോട്ട് മടങ്ങി. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. അല്ലെ, മനോഹരമായിട്ടുള്ള സ്റ്റോറി. അല്ലെ, നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അല്ലെ, എന്താണ് എൻഡിങ്ങിൽ പറ്റുന്നതെന്നൊക്കെ അറിയാം. അല്ലെ, അപ്പോ ഇതിലാണ് നമ്മുടെ മാർത്ത എന്ന് പറയുന്ന നമ്മുടെ റൈറ്റർ, അല്ലെ, അവര് അനുഭവിച്ചിട്ടുള്ള ഒരു 14 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി, അല്ലെ, ഒരു മെക്സിക്കൻ പെൺകുട്ടി ആയിട്ടുള്ള ഒരു 14 വയസ്സായിട്ടുള്ള പെൺകുട്ടി, അവരുടെ സ്വപ്നങ്ങളും അവരൊരുപാട് എക്സ്പെക്ട് ചെയ്ത ആഗ്രഹിച്ച സ്വപ്നം, അല്ലെ, അതിനു വേണ്ടിയിട്ട് അവൾ 8 വർഷം കൊടുത്ത ഹാർഡ് വർക്ക്, അല്ലെ, എഫേർട്ട്,
സ്ട്രഗിൾസ്, ഇനി അതിന് വേണ്ടിയിട്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അതിനുശേഷം അത് നേടുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്പിനെസ്സും എല്ലാം അല്ലെ വളരെ മനോഹരമായിട്ട് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.